ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാലിന് അച്ഛനെ വിളിച്ചതിന് ശേഷം എത്രയും വേഗം വീട്ടിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി തൻ്റെ ബാക്കിയുള്ള രണ്ട് മക്കളെയും കൂട്ടി വരണമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നും വേണ്ട, എനിക്ക് അച്ഛനുമായിട്ടും സംസാരിക്കുക, എന്താ അച്ഛനും ഇങ്ങോട്ട് തന്നെ വരാനായിട്ട് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് പലയിടങ്ങളിൽ പോകുന്നവനാണ് തനിക്ക് ആരെയും പേടിയില്ല എന്നും പറഞ്ഞുകൊണ്ട് കേണൽ അച്ഛൻ കോള് വെക്കുന്നുണ്ടല്ലേ. അങ്ങനെ പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ, അതായത് നമ്മുടെ സ്റ്റാലിൻ്റെ അച്ഛൻ്റെ വരവ് കാണുമ്പോൾ തന്നെ പത്രോസും ആൻ്റപ്പ ചേട്ടനും ഒരേ രീതിയിൽ തന്നെ പറയുന്നുണ്ട്, എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പ്രതീക്ഷിക്കാതെയുള്ള വരവ്, അല്ലെന്നാണ് നേരത്തെ മുൻകൂട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞേനെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ സ്റ്റാലിന് എല്ലാ സത്യങ്ങളും പറയുകയാണ്. അതായത് കല്യാണത്തിന് മുന്നേ താനും വൈജയന്തിയും നമ്മളുടെ അടുപ്പത്തിൽ 23 വർഷം മുന്നേ ഒരു കുഞ്ഞു പിറന്നിട്ടുണ്ട്. ആ കുഞ്ഞിപ്പോൾ ബാലൻ്റെ കൂടെ, അതായത് വൈജയന്തിയുടെ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. പക്ഷേ വൈജയന്തിക്ക് സത്യാവസ്ഥകളൊന്നും തന്നെ അറിയില്ല. എന്നാൽ അവളുടെ ഭർത്താവ് എല്ലാ സത്യങ്ങളും അറിഞ്ഞു തന്നെ എൻ്റെ കൈകളിലേക്ക് തിരികെ ആ ഒരു കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വന്നതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആദ്യം സ്റ്റാലിൻ്റെ അച്ഛൻ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം 23 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും തലപൊക്കി വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ സ്റ്റാലിനോട് പറയുന്നുണ്ട്, അയാൾ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടു കൂടി ഇവിടെ വന്നായിരിക്കും. 23 വർഷം മുന്നേ ഉണ്ടായ ആ ഒരു കുഞ്ഞ് ഇത്രയും നാളും തന്നെയല്ലേ ജീവിച്ചത്, ഇനിയും അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് ജീവിച്ചു പൊക്കോളും. മാത്രമല്ല ബാലൻ എന്ന് പറഞ്ഞ അയാൾ ഇവിടെ വന്നു ഇങ്ങനെയൊക്കെ സംസാരിച്ചുവെങ്കിൽ അയാൾ ഒരു കൊടും ഭീകരനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റാലിനോടായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സ്റ്റാലിൻ നേരെ ബാലചന്ദ്രനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ബാലൻ കേണലിനോടായിട്ട് പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് കല്യാണത്തിന് മുന്നേ ഗർഭം ഉണ്ടാക്കിയവനാണ് താൻ, ഇപ്പോൾ തന്നോട് ഈ ഒരു മര്യാദയിലുപരി നല്ല രീതിയിൽ സംസാരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലന് നല്ല തക്കതായ മറുപടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റാലിനോടുള്ള ദേഷ്യവും അലീന പോകുന്നതിനുള്ള വികാരവും എല്ലാം തന്നെ ആ ഒരു സമയത്ത് ബാലൻ്റെ മുഖത്ത് കാണാൻ സാധിക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയും മനുവും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. അലീനയോട് തൻ്റെ തീരുമാനമൊന്ന് മാറ്റി ചിന്തിക്കാനൊക്കെ മനു പറയുന്നുണ്ട്. കാരണം മനീല തൻ്റെ കൺമുന്നിൽ നിന്ന് മറന്നു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷെ അലീന തന്നെ മറന്നുപോയാൽ അവളെ തനിക്ക് നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു സങ്കടമെല്ലാം തന്നെ മനുവിനെ വല്ലാതെ തന്നെ നീട്ടുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ അലീന വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങിയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വൈജയന്തി അറിയുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയൊക്കെയാണ് എപ്പിസോഡ് കാത്തിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇന്നും ഡിലേ ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിലെ നമ്മുടെ ഏഷ്യനെറ്റിൻ്റെ പ്രൊമോയുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.